ഹായ്, എസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക പുരുഷന്മാരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ ആകർഷിക്കാനായിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ആകർഷണം എന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട. അതായത് നമ്മളെ സ്ത്രീകൾ കാണുന്ന സമയത്ത് അവർക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പ് തോന്നുക. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ തിരിച്ചിഷ്ടപ്പെടണം. അപ്പം ഇതൊക്കെയാണ് നമ്മളിതിൽ വിചാരിക്കുന്നത്. അതല്ലാതെ തെറ്റായ രീതിയിൽ നിങ്ങൾ ഒരിക്കലും അതിനെ എടുക്കരുത്. സോ അങ്ങനെ ഇപ്പോൾ ഒരു സ്ത്രീ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് നിങ്ങളോട് ഉറപ്പായിട്ടും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്ന തോറും നിങ്ങളുടെ വാല്യൂ കുറഞ്ഞു പോവുകയാണ് എന്നുള്ളതാണ്. സോ ഒരിക്കലും നിങ്ങൾ അവരെ ചേസ് ചെയ്യാതിരിക്കുക. ചേസ് ചെയ്യുന്ന പുരുഷന്മാരോട് വലിയ രീതിയിലുള്ള താല്പര്യമൊന്നും സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്കൊരു മെസ്സേജ് അയച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ ആ മെസ്സേജ് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേസിങ് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക. ബട്ട് അവർ നിങ്ങൾക്ക് റിപ്ലൈസ് ഒന്നും തരുന്നില്ല. എന്നിട്ട് ചിലപ്പോൾ മെല്ലെ അവർ തരുന്നുണ്ടാവും, പക്ഷെ അവർ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് അവർക്ക് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതായത് നിങ്ങൾ അവരുടെ പുറകെ പോകുന്നു എന്നൊരു തോന്നലാണ് വരിക. സോ നമ്മൾ ഓവറായിട്ട് അവൈലബിൾ ആവുന്നതും അവരുടെ പുറകെ പോകുന്നതും ഒരിക്കലും സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. അവർക്ക് ചിലപ്പോൾ ആ ഒരു ആദ്യമൊക്കെ ഫീൽ ചെയ്യും, എന്നെ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അത്രയും പ്രാധാന്യം തരുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സംഭവമൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അവരിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആദ്യം അവർ വിചാരിക്കുന്നുണ്ടാവും. പോകെ പോകെ അത് അങ്ങനെ ആവില്ല. പോകെ പോകെ അവർക്ക് നിങ്ങളോടുള്ള മതിപ്പ് ഇങ്ങനെ കുറഞ്ഞു പോകും. എപ്പോൾ നോക്കിയാലും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, ഞാനൊരു 5 മിനിറ്റ് ഒന്ന് വിളിക്കാതിരുന്നാലോ മെസ്സേജ് അയക്കാതിരുന്നാലോ അപ്പം തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അവരുടെ ആ ഒരു ചിന്താഗതിയിൽ തന്നെ മാറ്റങ്ങൾ വരുന്നുള്ളതാണ്. സോ ചേസ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവരെ സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള താല്പര്യം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫ് എംപ്റ്റി ആണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗോൾസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രീംസ്, ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് പെണ്ണ് വേണം. അതായത് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്, അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കണം. എന്നാൽ നിങ്ങളുടെ ലൈഫ് ഫുൾ എംപ്റ്റി ആണ്. ഇവിടെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ ജീവിതത്തിൽ എന്ത് നേടി അല്ലെങ്കിൽ എന്ത് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു ധാരണയില്ല. കാരണം നിങ്ങൾക്ക് അതൊന്നുമില്ല. എല്ലാ പെൺകുട്ടികളും ഒന്ന് ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആളുടെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷെ ഇത് നോക്കിയിട്ടല്ല എല്ലാവരും കല്യാണം കഴിക്കുന്നതോ സ്നേഹിക്കുന്നതോ. അതുകൊണ്ട് അങ്ങനെയും ഞാൻ പറയുന്നില്ല. എങ്കിലും മിക്ക പെൺകുട്ടികളും നോക്കാറുണ്ട് ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അത്രയും അത്രയും നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല അങ്ങനെയല്ല ഞാൻ പറയണത്. എന്നാലും ചെറിയ രീതിയിൽ അത് കുറവ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം, എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വാലിഡേഷൻ ചോദിച്ച് വാങ്ങുന്നവരെ ആരും റെസ്പെക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഒന്ന് റിപ്ലൈ തരൂ അല്ലെങ്കിൽ ഒന്ന് മൈൻഡ് ചെയ്യൂ, ഈ കാര്യമൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സെന്റൻസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേർഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ വാല്യൂ കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് വാലിഡേഷൻ അല്ലെങ്കിൽ വാലിഡേഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുക. അവർ റിപ്ലൈ തരുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും പറയാൻ പോകണ്ട, റിപ്ലൈ തരുമ്പോൾ തരട്ടെ എന്ന രീതിയിലിരിക്കുക. ആദ്യം റെസ്പെക്റ്റ്, ദെൻ വാലിഡേഷൻ. അതിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മളോട് ബഹുമാനമാണ് ആദ്യം അവർക്ക് തോന്നേണ്ടത്. ബഹുമാനം തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അവരുടെ പുറകെ പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് വളരെ വീക്ക് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഇല്ല എന്ന് വിചാരിക്കുക. അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ധാരണയില്ല. ഇപ്പൊ നമുക്ക് നോർമലി ഉണ്ടാവുമല്ലോ, ഇത് ആദ്യം ചെയ്യണം, പിന്നെ ഇത് ചെയ്യണം, ലൈഫിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, നേടാനുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലൊരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ അവരെ ഒരു സമയത്ത് കാണാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടൈമിൽ നമ്മൾ എത്താൻ ശ്രമിക്കാം. നമ്മൾ ചിലപ്പോൾ
അങ്ങനെ വലിയ രീതിയിലുള്ള കൃത്യനിഷ്ഠ ഇല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിലും നമ്മളത് അവരുടെ മുമ്പിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള പോലെ നിങ്ങൾ എത്രത്തോളം ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രയും അവർക്കത് മനസ്സിലാവും. സോ അതൊക്കെ നിങ്ങൾ അഭിനയിക്കുകയാണ് എന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അഭിനയിക്കരുത്. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഒരു അടക്കം ഒതുക്കം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അതായത് മറ്റുള്ളവരെ നോക്കാതിരിക്കുക, അതൊന്നും അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കൃത്യനിഷ്ഠ നമ്മുടെ ലൈഫിൽ എപ്പോഴും കൊണ്ടുവരണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് അവർക്ക് നമ്മുടെ ലൈഫിനോട് അട്രാക്ഷൻ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ലൈഫ്, നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ലൈഫ്, അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവരുടെ മുമ്പിൽ നിങ്ങളുടെ ആ ഒരു ലുക്കിൽ അത് ടെമ്പററി ആണെന്ന് വിചാരിക്കുക. അതായത് അവരുടെ മുമ്പിൽ നിങ്ങൾ ആദ്യമൊക്കെ പോകുന്നത് ഭയങ്കര അടിപൊളി ഡ്രസ്സിലും കാര്യങ്ങളിലൊക്കെയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അവർക്ക് അടിപൊളിയായിട്ടുണ്ട് എന്നൊരു തോന്നൽ വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് നാളേ ഉള്ളൂ. ടെമ്പററി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളോട് അട്രാക്ഷൻ തോന്നില്ല. നിങ്ങൾ പറയുന്ന വേർഡ്സ്, അവരുടെ അടുത്ത് യൂസ് ചെയ്യുന്ന വേർഡ്സ് വളരെ ചീപ്പായിട്ടുള്ള വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തീരെ ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പ്രോമിസുകൾ, ഇതൊന്നും നിങ്ങൾ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടാവില്ല. സോ എല്ലാ പെൺകുട്ടികളും എല്ലാ സ്ത്രീകളും നോക്കുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, നല്ല സ്ട്രെങ്ത് ഉള്ള, അതേപോലെ തന്നെ കറക്റ്റ് ഒരു ഡയറക്ഷനിൽ പോകുന്ന, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരു പേഴ്സണെ മാത്രമാണ്. അതായത് എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ മുമ്പിൽ അഭിനയിക്കാൻ നോക്കാത്ത അങ്ങനെയുള്ള ആളുകളെയാണ് എപ്പോഴും അവർക്ക് ഉണ്ടാവുക. അതായത് ടെമ്പററി അല്ല, പെർമനൻ്റ്ലി ആണ് അങ്ങനെ ആയിരിക്കണം, ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് എപ്പോഴും എല്ലാവരും സ്നേഹിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ അതൊന്നും ശരിയല്ല. കാരണം കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു റിയൽ ക്യാരക്ടർ പുറത്തേക്ക് വരും. അപ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് തന്നെ മാറുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്തെടുക്കുക, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ലുക്ക് എന്ന് പറയുന്നത് ടെമ്പററി എന്നുള്ളതല്ലാണ്ട് പെർമനൻ്റ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. അത്തരത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അവർക്ക് കൊടുത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പാലിക്കാൻ നോക്കുക. നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രം നിങ്ങൾ അവർക്ക് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ചെറിയ രീതിയിലുള്ള അട്രാക്ഷൻ തോന്നും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും നമ്മളെ ഇഷ്ടപ്പെടണം എന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് വിരക്തി ഉണ്ടായിരിക്കും, ഇഷ്ടക്കുറവും ഒക്കെ ഉണ്ടായിരിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ എല്ലാവരും നമ്മളുടെ കൂടെ നിൽക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൾ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ അതിന് വേണ്ടിയുള്ള കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചൊക്കെ ചേഞ്ചുകൾ കൊണ്ടുവരാൻ നോക്കിയാൽ മതി. ഓഫ്കോഴ്സ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടും, അട്രാക്റ്റഡ് ആവും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുക മാത്രമല്ല, ലൈഫിൽ ഇതെല്ലാം ഫോളോ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്